ലൈവിലിപ്പോൾ അനീഷ് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഏറ്റവും നന്നായിട്ട് സംസാരിച്ചത്, ഞാൻ ആ 6 പേരിൽ സെലക്ട് ആകാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരുടെ അടുത്തും ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനീഷ് മാത്രമല്ല, അവിടെ ആ 15 പേരുള്ളതിൽ വെറും 6 പേർക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. അത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഗ്രൂപ്പ് കളിച്ചു, ഞാനാണ് ഏറ്റവും നന്നായിട്ട് സംസാരിച്ചത്, നിങ്ങളെല്ലാം വെറും അൺഫെയർ ആയിട്ടാണ് വോട്ട് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. അവിടെ പലരും തമ്മിൽ പറയുന്നുണ്ട് അൺഫെയർ ആണ് എന്ന്. പക്ഷേ ഇത്രയും അധികം എപ്പോഴും ഇങ്ങനെ ഞാനാണ് ഏറ്റവും നന്നായിട്ട് സംസാരിച്ചത്, ഞാൻ ഡിസേർവിങ് ആണ് എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വോട്ടിങ്ങിലൂടെയാണ് 6 പേരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അതിൽ യാതൊരുവിധ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യം പോയി സംസാരിച്ച് ഞാനാണ് ഏറ്റവും നല്ല പോയിൻ്റ് പറഞ്ഞത് ഞാനാണ് എന്നൊക്കെ അനീഷ് അവിടെ നിന്ന് വെറുതെ എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു വിറ്റുണ്ടായി. നേരെ അനീഷ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആരും മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവസാനം ആദിലയും നൂറയും തൊട്ടടുത്ത് വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ആദിലയുടെ അടുത്ത് കാര്യം ഇങ്ങനെ അനീഷ് പറയുകയാണ്, ഞാനാണ് ഏറ്റവും ഡിസേർവിങ് ആയതെന്ന്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കൂടെ തോന്നുന്നുണ്ട് ചേട്ടാ, എന്നാലല്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അനീഷാണ് ഏറ്റവും ഡിസേർവിങ് എന്ന് അനീഷ് തന്നെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.